ഹലോ ഗായ്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും വെൽക്കം. ഇന്ന് നമ്മൾ എൻ്റെ അടുത്തുള്ള കുറച്ച് മീനുകളൊക്കെ കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ കുറച്ച് ഗപ്പീസിനൊക്കെ കാണിച്ചു തരാം. അല്ലേ, ഈ ഡബിനകത്ത് കിടക്കുന്നത് നമ്മുടെ ഫുൾ റെഡാണ് കേട്ടോ. അല്ലേ, ഇതിനകത്ത് നമ്മുടെ ഫുൾ റെഡാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിക്ക് കുറച്ച് ഫുഡൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ യൂസ് ചെയ്യുന്ന ഫുഡ് ഇതുണ്ടല്ലേ, ഈ ഫുഡാണ് ഞാൻ യൂസ് ചെയ്തത്. ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ, പക്ഷേ ഇത് അത്യാവശ്യം നല്ലതാണ്. ഇത് നന്നായി കഴിക്കുകയൊക്കെ ചെയ്യും. ഇതുണ്ടല്ലേ, അതുപോലെ ഇതിനകത്ത് നമ്മുടെ സാന്റാക്ലോസ് ആണ് കേട്ടോ. ഇതൊക്കെ അത്യാവശ്യം വെള്ളമൊക്കെ അഴുക്കായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് നേരാക്കണം. ഇത് കണ്ടില്ലേ, ഇതവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവർക്ക് വലിപ്പം ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതുണ്ട്, അവരത് കഴിച്ചോളും. പിന്നെ ഇതിനകത്ത് നമ്മുടെ ഫുൾ ബ്ലാക്ക് ആണ് കേട്ടോ. നമ്മുടെ ഫുൾ ബ്ലാക്കിൻ്റെ പേരൻസ് ആണ്. ഇതുണ്ടല്ലേ, ഇവരിങ്ങനെ നന്നായി കഴിക്കട്ടെ. പിന്നെ ഇതിനാണ് നമ്മൾ പുതിയതായിട്ട് മേടിച്ച ഗപ്പിയാണ് കേട്ടോ ഉള്ളത്. ഇത് ഞാൻ കാണിച്ചു തരാം. ഇതുണ്ടല്ലേ, ഇതിനകത്ത് നമ്മുടെ ആൽബിനോ കോയാണ്. ഇതുണ്ടല്ലേ, ഇവർക്ക് കുറച്ച് പേടിയുണ്ട്. പേടിയൊന്നും മാറിയിട്ടില്ല. ഇതുണ്ടല്ലേ, നമ്മൾ മാറിയാൽ മാത്രമേ ഇവർ ഫുഡ് കഴിക്കുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ ഇതിൽ നമ്മുടെ മൊയിന കൾച്ചറാണ് കേട്ടോ. ഞാൻ മൂടി വെച്ചിരിക്കുകയാണ്, മേലിൽ നിന്ന് പൊടിയൊന്നും വീഴേണ്ട പറഞ്ഞിട്ട്. ഇതല്ലേ, ഇതിൽ അത്യാവശ്യം മൊയിന ഉണ്ട് കേട്ടോ. നേരെ കാണില്ല. പിന്നെ ഇതിനകത്ത് നമ്മുടെ ഫുൾ ബ്ലാക്കിൻ്റെ കുട്ടികളാണ് കേട്ടോ കിടക്കുന്നത്. ഇതുണ്ടല്ലേ, ഫുൾ ബ്ലാക്കിൻ്റെ കുട്ടികളാണ്. അതുപോലെ ഇതിനകത്തൊന്നുമില്ല കേട്ടോ. ഇതുണ്ടല്ലേ, നമ്മൾ ജസ്റ്റ് ഒന്ന് ടാങ്ക് സെറ്റാക്കി വെച്ചിരിക്കുന്നത്. അതുപോലെ ഇതിനകത്ത് നമ്മുടെ ഫുൾ ബ്ലഡിൻ്റെ കുട്ടികളാണ് കേട്ടോ കിടക്കുന്നത്. അല്ലേ, പിന്നെ ഇതിൽ നമ്മുടെ ഫുൾ ബ്ലാക്കിൻ്റെ തന്നെയാണ്, പക്ഷേ കുറച്ച് സൈസായതിന് മാറ്റിയിട്ടിരിക്കുകയാണ്. അത് തീരെ ചെറുതാണ്. പിന്നെ ഇതിനകത്ത് നമ്മുടെ മിസ്റ്റർ ഗപ്പിയാണ് കേട്ടോ. പിന്നെ ഇതിൽ കുറച്ച് മാത്രമേ വെറുതെ ഇട്ടിരിക്കുകയാണ്. ബാക്കിയുള്ളത് നമ്മുടെ പുറകിലെ പടുതാക്കുളത്തിലാണ് കേട്ടോ. പിന്നെയുള്ളത് ഇതുണ്ടല്ലേ, പ്ലാന്റർ ടാങ്ക്. നമ്മൾ പുതിയതായി സെറ്റാക്കിയ പ്ലാന്റർ ടാങ്കാണ്. ഇതിനകത്ത് ഒരു ഗപ്പി കിടക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടല്ലേ, ഇത് നമ്മൾ സെറ്റാക്കിയ പ്ലാന്റർ ടാങ്കാണ്. ഇതല്ലേ, അപ്പോൾ ഇതാണ് നമ്മുടെ മീൻ വളർത്തുന്ന സെറ്റപ്പ് കേട്ടോ. കുഞ്ഞ രീതിയിലാണ് നമ്മൾ നമ്മുടെ ഗപ്പീസിനൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നത്. ഇതുണ്ടല്ലേ, ഇനി ഞാൻ എൻ്റെ പുറകത്തെ പടുതാക്കുളത്തിലുള്ള ഗപ്പീസിനും കൂടി കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഗായ്സ്, ഇത് കണ്ടില്ലേ, നമ്മുടെ പുറകത്തെ പടുതാക്കുളം നമ്മൾ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാണല്ലേ, നമ്മളത് ആ കാണുന്ന ഏരിയയിൽ താമരയൊക്കെ നട്ടു കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ ആമ്പലില്ലേ, അത് നട്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ നേരെ കാണിച്ചു തരാം. ഇതാണല്ലേ, നമ്മുടെ ഗപ്പീസൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട്. ഉണ്ടോയെന്നറിയില്ല. ഇതുണ്ടല്ലേ, നമ്മുടെ ഗപ്പീസൊക്കെ ഇവിടെ ഹാപ്പി ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് ഇതുണ്ടല്ലേ, നമ്മൾ പുതിയതായിട്ട് സെറ്റാക്കി കൊടുത്താണ് കേട്ടോ ഈ താമര. അല്ല, നമ്മുടെ ആ ആമ്പല്. ഇതാണല്ലേ, ഇത് നമ്മൾ പുഴയിൽ നിന്ന് പറിച്ചതാണ് ഇതിൻ്റെ കിഴങ്ങ്. ഇതാണല്ലേ, ഇതിപ്പോൾ ഒന്നും ഉണ്ടാവണേ ഉള്ളൂ. നമ്മളിത് നട്ടിട്ട് അധികമൊന്നും ആയിട്ടില്ല, 2-3 ദിവസമായിട്ടുള്ളൂ. ഇതുണ്ടല്ലേ, അപ്പോൾ ഇതൊന്ന് നേരെ പിടിച്ച് കിട്ടണം. പിന്നെ ഇതിൽ ചെറിയൊരു മുട്ടും കൂടി ഉണ്ട് കേട്ടോ. ഇത് അവിടെ ആയിട്ട് ചെറിയൊരു മുട്ടും കൂടി ഉണ്ട്. ആണല്ലേ, കണ്ടോന്നറിയില്ല, അത് അവിടെ ചെറിയൊരു മുട്ടും കൂടി ഉണ്ട്. അപ്പോൾ ഇതിൽ പൂ വരുമ്പോൾ ഞാനത് കാണിച്ചു തരാം കേട്ടോ, ഏത് കളർ പൂവാണെന്ന്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് അടിക്കുക. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ മാത്രമേ നമ്മൾ പുതിയതായിട്ട് ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. അതുപോലെ ഈ വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമൻറ്റ് ചെയ്യുക.